റോബർട്ട് ഡൗണി ജൂനിയർ. ഈ പേര് ഒരുപക്ഷെ നിങ്ങൾക്ക് അത്ര പരിചയമില്ലാന്നുണ്ടെങ്കിൽ അയൺമാനെ കുറിച്ചിട്ട് നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. റോബർട്ട് ഡൗണി ജൂനിയർ എന്ന് പറയുന്നത് ഹോളിവുഡിലെ ഏറ്റവും സക്സസ്ഫുൾ ആയിട്ടുള്ള, ഏറ്റവും കൂടുതൽ സാലറി വാങ്ങിക്കുന്ന, ഏറ്റവും കൂടുതൽ ഫാൻസ് ഉള്ള ഒരു ഹോളിവുഡ് ആക്ടറാണ്. നമുക്ക് ഇദ്ദേഹത്തിന് ഇങ്ങനെയാണ് അറിയുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ആർക്കും അറിയാത്ത ഒരു മോശം കഴിഞ്ഞ കാലം ഉണ്ടായിരുന്നു റോബർട്ട് ഡൗണി ജൂനിയർ. 1990 കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു ഡ്രഗ് അഡിക്റ്റ് ആയിട്ട് മാറി. അദ്ദേഹത്തിന് സിനിമകളൊക്കെ നഷ്ടപ്പെടാൻ തുടങ്ങി. സിനിമകളിൽ നിന്നൊക്കെ അദ്ദേഹത്തിന് ഒഴിവാക്കാൻ തുടങ്ങി. അദ്ദേഹം ജയിലുകളിലൊക്കെ കടന്നിട്ടുണ്ട്, റീഹാബുകളിലൊക്കെ കടന്നിട്ടുണ്ട്. ഈ ഒരു സമയത്താണ് ഹോളിവുഡ് ഇൻഡസ്ട്രി എന്നെ മൊത്തമായിട്ട് പറഞ്ഞത് റോബർട്ട് ഡൗണി ജൂനിയർ ഇനി ഒരിക്കലും തിരിച്ചു വരാൻ പോകുന്നില്ല. പക്ഷെ റോബർട്ട് ഡൗണി ജൂനിയർ ഒരു തരത്തിലും വിട്ടുകൊടുത്തില്ല. 2008 അയൺമാൻ ആയിക്കോട്ടെ അദ്ദേഹം വലിയൊരു കംബാക്ക് നടത്തി. ഇന്നും അയൺമാൻ എന്ന് പറയുന്നത് സിനിമാറ്റിക് ഹിസ്റ്ററിയിലെ വലിയൊരു ചാപ്റ്റർ. പക്ഷെ ഈ ഒരു കംബാക്കിന്റെ പുറകിൽ ഒരുപാട് നാളത്തെ അധ്വാനമുണ്ട്, ഒരുപാട് ഡിസിപ്ലിൻ ഉണ്ട്, ഒരുപാട് ഫോക്കസ് ഉണ്ട്. ഇപ്രാവശ്യത്തെ ഓണം എക്സാമിന്റെ റിസൾട്ട് വന്ന സമയത്ത് തോറ്റുപോയി എന്നുള്ളൊരു തോന്നല് ചിലരുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. പക്ഷേ തിരിച്ചു വരണം, തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു ആത്മാർത്ഥമായ ആഗ്രഹം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ അതിനുവേണ്ടി നിങ്ങൾ ഡിസിപ്ലിൻഡ് ആയിട്ട്, ഫോക്കസ്ഡ് ആയിട്ട്, കൺസിസ്റ്റന്റ് ആയിട്ട് പണിയെടുക്കാൻ റെഡിയാണെന്നുണ്ടെങ്കിൽ എത്ര വലിയ പരാജയത്തിൽ നിന്നും നമുക്ക് ഇതുപോലെ തിരിച്ചു വരാൻ വേണ്ടി പറ്റും. ഇതുപോലെ ഒരു കംബാക്ക് നടത്താൻ വേണ്ടി പറ്റും. നമ്മുടെ റോബർട്ട് ഡൗണി ജൂനിയറുടെ കഥയും നമുക്ക് അത് തന്നെയാണ് ആക്ച്വലി കാണിച്ചു തരുന്നത്. ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് എക്സാമിന് അങ്ങനെ ഒരു തിരിച്ചു വരവാണ് നമ്മൾ നടത്തേണ്ടത്. നിങ്ങൾ അതിന് റെഡി ആണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ അത് ഓൾറെഡി തീരുമാനിച്ചു കഴിഞ്ഞെങ്കിൽ താഴെ നിങ്ങൾ കംബാക്ക് എന്നുള്ളത് ടൈപ്പ് ചെയ്യണം.